ഇറാൻ-US സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം തുടരുന്നു. ഇന്ന് ആഭരണ പ്രേമികളുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി സ്വർണ്ണം വീണ്ടും കുതിച്ചു. 1440 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. ഇതോടെ ഒരു പവന് 1,10,680 രൂപയായി. ഇറാൻ-US സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടതോടെ മാർച്ച് മാസത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് തന്നെയായിരുന്നു പ്രകടമായത്. മാസത്തിന്റെ തുടക്കത്തിൽ ഒരു പവൻ ഏകദേശം 1,26,000 രൂപയായിരുന്നു വില. പിന്നീട് ചെറിയ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും ക്രമാനുഗതമായി കുറഞ്ഞ് 99,000 വരെ എത്തിയിരുന്നു. പിന്നീട് നേരിയ മുന്നേറ്റത്തിന് ശേഷം മാസാവസാനത്തോടെ 1,06,000 മുതൽ 1,09,000 രൂപയ്ക്ക് ഇടയിൽ ഈ നിലവാരത്തിൽ വീണ്ടും ഉയരുന്ന സ്ഥിതിഗതികളുണ്ടായിരുന്നു. വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ ഏകദേശം 2,920 രൂപയുടെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഗ്രാം വില 13,655 പവൻ വില 1,09,240 രൂപയുമായിരുന്നു. എന്നാൽ ഇന്ന് ഗ്രാം വില 180 രൂപയാണ് വർദ്ധിച്ചത്. 13,835 രൂപയിലെത്തി. പവൻ വില ഇതോടെ വീണ്ടും 1,10,000 രൂപയും കടന്നു. 1,440 രൂപയുടെ വർധനവോടെ 1,10,680 എന്ന നിലയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. 18 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് വില 11,435 രൂപയാണ്. പവൻ വില 1,10,000 ആണെങ്കിൽ ഇന്ന് ഒരു പവൻ വാങ്ങണമെങ്കിൽ 5% അടിസ്ഥാന പണിക്കൂലിയും 3% GSTയും ചേർത്താൽ 1,20,000 രൂപയെങ്കിലും വരും. അതേസമയം വിലയിലെ ചാഞ്ചാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് സ്വർണം വാങ്ങണോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുമുണ്ട്. അത്യാവശ്യക്കാരാണെങ്കിൽ മാത്രം സ്വർണം വാങ്ങുന്നതായിരിക്കും ഉചിതമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. എണ്ണവില കത്തിക്കയറുമ്പോൾ സ്വാഭാവികമായും പണപ്പെരുപ്പ ഭീതി കടക്കും. ഇതോടെ US കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കൂട്ടും. ഇത് നിക്ഷേപകരെ സ്വർണം ഉപേക്ഷിച്ച് സർക്കാർ ബോണ്ടുകളിലേക്ക് നീങ്ങാനും പ്രേരിപ്പിക്കും. സ്വർണ്ണവില 1,00,000 താഴേക്ക് വരുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം വിദഗ്ധരുടെ വാദവും. വില 90,000-ഓ 80,000-ഓ അതുമല്ലെങ്കിൽ വീണ്ടും 50,000 രൂപ വരെയോ പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് ഇവരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.